നമസ്കാരം, സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മുടെ യാത്ര അപ്പം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയെക്കുറിച്ച് നമുക്കറിയാം, ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. മത്സര ചിത്രം പലതരത്തിൽ സവിശേഷമാണ് ആലപ്പുഴയിലേത് എന്ന് നമുക്കറിയാം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ അത് പ്രസക്തമാണ്. മൂന്ന് മുന്നണികളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയ ലക്ഷ്യത്തോടെ ആലപ്പുഴയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളും കുത്തിയൊലിച്ചു പോയപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന അവരുടെ കനൽത്തരി എന്നവർ വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴ നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അഭിമാനകരമായ സംഗതിയാണ്. ആലപ്പുഴ തിരികെ പിടിക്കാൻ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാലിനെ ആലപ്പുഴയിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ UDF ശോഭാ സുരേന്ദ്രനെ പോലെ BJPയിലെ ഏറ്റവും ഫയർ ബ്രാൻഡ് ലീഡറായ BJP അവതരിപ്പിക്കുന്നു. അവർ വലിയ പ്രതീക്ഷയോടെ പോരാട്ട രംഗത്തുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ നിലയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് സവിശേഷമായിട്ടുള്ള മണ്ഡലം ആണ് ആലപ്പുഴ. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ, ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ, ചോദിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. സ്വാഗതം എല്ലാവർക്കും. എൻ്റെ കൂടെ ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവ് A. ഷുക്കൂർ, ശ്രീ KH ബാബുജാൻ, അദ്ദേഹം CPIM-ൽ നിന്ന്, ശ്രീ ബിമൽ രവീന്ദ്രൻ BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മോടൊപ്പം. ആലപ്പുഴയിലെ കായംകുളത്താണ് നമ്മളുള്ളത്. കായംകുളത്തെ ഒരു കൂട്ടം ആളുകളും വോട്ടർമാരും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. സ്വാഗതം ഒരിക്കൽ കൂടി. ആദ്യം ശ്രീ ബാബുജാൻ, ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രതീക്ഷയുടെ തുരുത്തായ, നിങ്ങളുടെ ശക്തി കേന്ദ്രമെന്ന് നിങ്ങൾ അവസാനം വരെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പക്ഷെ അത് തിരിച്ചെടുക്കാൻ ഏറ്റവും അവൈലബിൾ ബെസ്റ്റായ ഒരു ടവറിംഗ് ലീഡറെ കൊണ്ടുവരികയാണ് കോൺഗ്രസ്. അദ്ദേഹം പുറത്തുനിന്ന് വരുന്ന ആളല്ല. ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള, ഈ നാടുമായി ബന്ധമുള്ള, രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ്. നിങ്ങൾക്കൊരു ചങ്കിടിപ്പുണ്ടോ? ഞങ്ങൾക്കൊരു ചങ്കിടിപ്പുമില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിർത്തും. കാരണം ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന, നിങ്ങൾ പറയുന്ന ദേശീയ നേതാവായ UDF സ്ഥാനാർത്ഥി, അദ്ദേഹം 5 വർഷത്തിനു മുമ്പ് 10 വർഷക്കാലം ആലപ്പുഴയിൽ MP ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വളരെ പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഈ നാടിന് എന്തെങ്കിലും രൂപത്തിലുള്ളൊരു വികസനമോ, ഈ നാട്ടിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പുരോഗതിയോ ഉണ്ടാകുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. അപ്പോൾ ദേശീയ നേതാവ് എന്നുള്ള പരിവേഷം കൊണ്ട് മാത്രമല്ല, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നാടിൻ്റെ വികസനവും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അതിൽ UDF സ്ഥാനാർത്ഥി ദയനീയമായ പരാജയമാണ്. 10 വർഷം. അതിനു മുമ്പുള്ള 10 വർഷക്കാലം അദ്ദേഹം ആലപ്പുഴയിൽ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ 20 വർഷക്കാലം ആലപ്പുഴയ്ക്ക് നഷ്ടങ്ങളല്ലാതെ യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 5 വർഷത്തെ സഖാവ് ആരിഫിൻ്റെ പ്രവർത്തനവും അതിനു മുമ്പുള്ള കാലയളവും തമ്മിലുള്ള തുലനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് വളരെ അഭിമാനപൂർവ്വമാണ് ഈ നാടിന് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്ന വികസന പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട്, കായംകുളം, നമ്മൾ നിൽക്കുന്നത് കായംകുളമാണ്. കായംകുളം റെയിൽവേ സ്റ്റേഷൻ വളരെ ശോചനീയമായ അവസ്ഥയിലായി. 8.5 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കായംകുളം റെയിൽവേ സ്റ്റേഷൻ നടന്നിട്ടുള്ളത്. തീരദേശ റെയിൽവേയുടെ വികസനം 2600 കോടി രൂപയുടെ വികസനമാണ്. ഇവിടെ നമ്മുടെ സെൻട്രൽ സ്കൂള്, NDPC കേന്ദ്രീയ വിദ്യാലയം ആലപ്പുഴയ്ക്ക് നഷ്ടപ്പെട്ടതാണ്. സഖാവ് ആരിഫിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് അത് നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു. ആകാശവാണി ആലപ്പുഴ നിലയം നമുക്ക് നഷ്ടപ്പെട്ടതാണ്. സഖാവ് ആരിഫിന്റെ വളരെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ. മണ്ഡല വികസനത്തിന്റെ കാര്യത്തിലായാലും കൊള്ളാം, ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ കാര്യത്തിലായാലും കൊള്ളാം, ഇടതുപക്ഷത്തിന് അതിൻ്റെതായ ഒരു എഡ്ജ് ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ശ്രീ ഷുക്കൂർ, നോക്കൂ, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൊത്തം കാറ്റാഞ്ഞു വീശിയപ്പോഴും വീഴാതെ നിന്ന ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു ഹോപ്പുണ്ട്. രണ്ടാമത്, ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ആരിഫ് പുറത്തിറക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ഒരു ദീർഘരേഖ വായിച്ചു. അതിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വലിയ പദ്ധതി ഏറ്റവും ചെറുത് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുറേ പദ്ധതികൾ, കുറേ ഇടപെടലുകൾ, പാർലമെന്റ് ഇടപെടലുകളുടെ രേഖ അതിൽ വായിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റിന് കുറച്ച് കോൺഫിഡൻസ് കൂടുതലുണ്ടാവുന്ന തെറ്റുണ്ടോ? ഒരു കാരണവശാലും ഇത്തവണ LDFന് ആലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കാനാകില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ജനജീവൽ പ്രശ്നങ്ങൾ അതീവ ഗൗരവമാണ്. അതൊന്ന്. 10 വർഷക്കാലം MP എന്ന നിലയിൽ, 5 വർഷക്കാലം 13 വർഷക്കാലം MLA എന്ന നിലയിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും ആലപ്പുഴയിലെ എല്ലാ പ്രദേശങ്ങളിലും എടുത്തു കാണിക്കാവുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള
അത് ജനമനസ്സുകളിൽ ബോധ്യമുള്ള ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നത്. ആലപ്പുഴയുടെ ഒറ്റ കാര്യം പറയാം, കയറുകൊണ്ട് നശിച്ചു, മലഞ്ചരക്ക് വ്യാപാരം നശിച്ചു, മറ്റ് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ നഗര കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച ഒരു വ്യവസായം ഇന്നുണ്ട്. അത് വിനോദസഞ്ചാര മേഖലയുടെ അടിസ്ഥാനം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ ഹൗസ് ബോട്ട് ടൂറിസത്തിൽ ഇന്ന് ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ആലപ്പുഴ. നഗരം മാത്രമല്ല അതിൻ്റെ ഗുണഭോക്താക്കൾ, ഈ ജില്ല എമ്പാടും മാത്രമല്ല കുമരകം ഉൾപ്പെടെ കോട്ടയം ജില്ലയുടെ ഭാഗം ഉൾപ്പെടെ മറ്റ് നമ്മുടെ പ്രകൃതി ഭംഗിയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ പറഞ്ഞ കായലോര ടൂറിസത്തിൻ്റെ, കടലോര ടൂറിസത്തിൻ്റെ, മറ്റ് നമ്മുടെ പ്രകൃതി ഭംഗി അത് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ടൂറിസം മേഖലയായി കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനായി ആലപ്പുഴയെ മാറ്റിയേക്കുന്നത് ശ്രീ കെ സി വേണുഗോപാലാണ്. അത് 1996 തുടങ്ങി 2004 അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിച്ച് അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ട് സർക്യൂട്ട് ടൂറിസം, ഞാൻ MLA ആയ ആളാണ്, ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ടൂറിസം സർക്യൂട്ട് പദ്ധതി. അങ്ങനെ നിരവധി ടൂറിസം പദ്ധതികൾ കൊണ്ട് ഇന്ന് ജീവൽ പ്രശ്നത്തിന്റെ ഭാഗമായി, ഉപജീവനത്തിന്റെ ഭാഗമായി ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും മറ്റ് പാവങ്ങൾക്കും എല്ലായ്മക്കാർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനം ആലപ്പുഴയാണ്. അതിന്റെ കാരണക്കാരൻ ശ്രീ കെ സി വേണുഗോപാൽ. ഓക്കെ, വിമൽ, ഇതിനകത്ത് ഇന്ത്യയെ ജനാധിപത്യ ഇന്ത്യയാക്കി നിലനിർത്താൻ BJP സർക്കാരിന്റെ അമിതാധികാര പ്രമത്തതയെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പ് എന്ന പേരിലുള്ള ഒരു പോരാട്ടമാണ് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ കാഴ്ചവെക്കുന്നത്. അതിനിടയിൽ നിങ്ങൾ എടുക്കുന്ന സ്പേസ് എന്താണ്, നിങ്ങളുടെ റോൾ എന്താണ്? രാജ്യത്തെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള നീതി തന്നെയാണ്. എല്ലാ പൗരന്മാർക്കും ആരോടും പ്രീണനമില്ലാതെ തുല്യനീതി ഉറപ്പുവരുത്തിയ 10 വർഷക്കാലത്തെ സദ്ഭരണമാണ് രാജ്യത്ത് നരേന്ദ്രമോദി കാഴ്ചവെച്ചിട്ടുള്ളത്. നാടിന്റെ വികസനത്തിന് നരേന്ദ്രമോദിജി ഉയർത്തിയിട്ടുള്ള ആധുനിക കാഴ്ചപ്പാട്, മോദിയുടെ വികസന ഗ്യാരണ്ടി ഇത്തവണ ഈ രാജ്യത്തെമ്പാടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. വീണ്ടും ഭരണത്തിലേറുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സർക്കാരാണ് എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെമ്പാടും വിശിഷ്യ കേരളത്തിലും നരേന്ദ്രമോദിജി നടത്തിയിട്ടുള്ള വികസനം അതുതന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള ചർച്ച. നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, ഞാൻ കേരളത്തിലെ കണക്ക് പറഞ്ഞാൽ 1.5 കോടി ജനങ്ങൾക്കാണ് സൗജന്യമായി അരി ഒരു വ്യക്തിക്ക് 5 കിലോ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് 80 കോടി ജനങ്ങൾക്കാണ്. ഈ കേരളത്തിൽ 50 ലക്ഷം വരുന്ന യുവജനങ്ങൾക്ക്, വനിതകൾക്ക് പ്രധാനമന്ത്രിയുടെ മുദ്രാ വായ്പയിലൂടെ നൽകിയിട്ടുള്ള സഹായത്തിൽ വലിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ രണ്ടു കൂട്ടരും പറഞ്ഞു, മാറി മാറി ഭരിച്ചു എന്ന് പറയുമ്പോൾ ഈ ആലപ്പുഴയിലെ ജനങ്ങൾ അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങളുണ്ട്. ഒന്ന് കുടിവെള്ളം, എല്ലാ വീട്ടിലും പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദിജി ആവിഷ്കരിച്ചിട്ടുള്ള ജലജീവൻ മിഷൻ പദ്ധതി, ആ പദ്ധതി ഈ കേരളത്തിൽ 21 ലക്ഷം കുടുംബങ്ങൾക്കാണ് തുണയായി മാറിയിട്ടുള്ളത്. LPG ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ 4 ലക്ഷം പാവപ്പെട്ടവർക്ക് സൗജന്യമായി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ LPG ഗ്യാസ് കണക്ഷൻ കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. ആ കണക്ക് ഭാരതത്തിൽ നോക്കിയാൽ 10 കോടി വരുന്ന വനിതകൾക്കാണ് സൗജന്യമായി LPG ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമാണോ? ഇന്ന് നമുക്കറിയാം ദേശീയപാത വികസനം. നേരത്തെ ദേശീയപാത വികസനമൊക്കെ നടന്നിട്ടില്ലെന്ന് പറയുന്നില്ല, 2 വരിയായിരുന്നു. ഇന്ന് രാജ്യത്തെമ്പാടും 6 വരിയും 8 വരിയും 10 വരിയും ദേശീയപാത വികസനം നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തന്ന നരേന്ദ്രമോദിജിയാണ്. ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ്, മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിജിയാണ്. കൊച്ചിൻ മെട്രോ യാഥാർത്ഥ്യമാക്കിയ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നതാണ് നിങ്ങളുടെ കോൺഫിഡൻസ്. അതേസമയം മോദിക്ക് ഗ്യാരണ്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ ടാഗ് ലൈൻ.
ആളുകൾ എല്ലാ ഗ്യാരണ്ടിയും ഓർത്തു വെച്ച് തിരിച്ചു ചോദിക്കില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങളുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു പെട്രോൾ ഡീസൽ വില വർധന തടയും എന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ വില ഈടാക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഈ ഇന്ത്യയാണ്. താങ്കൾ പറഞ്ഞു കോടിക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടർ കൊടുത്തുവെന്ന്. സർക്കാരിന്റെ തന്നെ കണക്ക് പരിശോധിക്കാം. രണ്ടാമതൊരിക്കൽ കൂടി ആ ഗ്യാസ് സിലിണ്ടറുകൾ നിറയ്ക്കാൻ കഴിഞ്ഞവരുടെ എണ്ണം അതിന്റെ പകുതിയിൽ താഴെയാണ്. ഒരു തവണ നിറച്ചു, രണ്ടാമത് വീണ്ടും, മൂന്നാമത് നിറയ്ക്കാത്ത ആളുകളുടെ എണ്ണം ഗവൺമെന്റ് കണക്കാണ്. 4.5 പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിന്റെ നടുവിൽ ഈ രാജ്യം നിൽക്കുന്നു എന്ന് പറയുന്നത് സർക്കാരിന്റെ കണക്കാണ്. നിങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക വിപ്ലവമായ നോട്ട് നിരോധനം 50 ലക്ഷം മനുഷ്യരുടെ തൊഴിൽ ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ കളയുന്നു പറയുന്നത് ഇവിടുത്തെ വിവിധ പഠനങ്ങളാണ്. ഈ ഗ്യാരണ്ടികൾ ജനങ്ങൾ ഓർക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജാതിയും മതവും ഫാസിസവും ഒക്കെ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിജി ഉയർത്തിയിട്ടുള്ള വികസന നയം. ഒരു തർക്കവും വേണ്ട. മോദി ജാതി മതം ചർച്ച ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ആക്രമിച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് വോട്ട് ചെയ്യുന്ന മോദി പ്രസംഗിക്കുന്നു. നിങ്ങളുടെ ആക്ഷേപമല്ലേ? ആക്ഷേപമല്ല, മോദി പ്രസംഗിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രസക്തി എന്താണെന്നുള്ളത് സാമാന്യ ജനത്തിന് അറിയാം. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പ്രചാരകൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ലീഡർ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അവര് അഭയം പ്രാപിച്ചിട്ടുള്ളത് വയനാടിന്റെ മലമടുക്കിലാണ്. ബാക്കി എല്ലായിടത്തുനിന്നും അവർ നിഷ്കാസനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമാണ് CPM-ന്റെ പ്രസക്തി എന്താണെന്നോ CPM-ന്റെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, ഞങ്ങൾ മത്സരിക്കുന്നത് വികസനം ചർച്ച ചെയ്യാനൊന്നുമല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി സ്ഥാനം ലഭിക്കുവാനും ചിഹ്നം നിലനിർത്തുവാനുമാണ്. അപ്പൊ കോൺഗ്രസ് എന്ത് പറയുന്നു? കോൺഗ്രസ് പറയുന്നത് മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തെങ്കിലും കോൺഗ്രസിന് എത്താൻ വേണ്ടി ഒരു 54 സീറ്റിന്റെ മുൻതൂക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ജനങ്ങൾ പറയുന്നുണ്ടോ? ഈ 2019 കേരളത്തിലെ ചിലവർ പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. ഈ കായംകുളത്തെ അടക്കം ആലപ്പുഴയിലടക്കം ഞങ്ങളും വീടുകളിൽ പോയതാണ്. കോൺഗ്രസിന്റെയോ CPM-ന്റെയോ ഒരു പ്രവർത്തകൻ പോലും പറയുന്നില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പറയുന്നു 400-ലധികം സീറ്റ് നേടി ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നു. ഈ ചോദ്യങ്ങൾ ജനങ്ങൾ തിരിച്ചു ചോദിക്കില്ല എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്? ചോദിക്കുന്നു. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AM ആരിഫ് ഒരു ചോദ്യം വലിയ ഭൂരിപക്ഷത്തിൽ ഈ ആലപ്പുഴ മണ്ഡലം നിലനിർത്തും. അതിന് കരുത്തു പകരുന്നത് അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തുള്ള പ്രവർത്തനമാണ്. ഈ രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടിയും അദ്ദേഹം നടത്തിയ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലസ് പോയിന്റ്. കഴിഞ്ഞ 2019 KC വേണുഗോപാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പരാജിതനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടാണ് ഇരുന്നത്. ഇവിടെ കണക്കിന് വേണ്ടി ജനപ്രതിനിധികൾ കണക്കിന് വേണ്ടി കോൺഗ്രസിന്റെ ജനപ്രതിനിധി പറയുന്നത് പോലെ ഒരു കാര്യങ്ങളും നടത്താത്ത ജനപ്രതിനിധിയാണ്. അതുകൊണ്ടാണ് 2019 അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നും AM ആരിഫിനെതിരെ മത്സരിക്കാതെ അതിനൊരു മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. KC വേണുഗോപാൽ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോവേണ്ടി വന്നതെന്നാണ് താങ്കൾ വേഗം പറഞ്ഞോളൂ. ഓൾറെഡി ഞാൻ ഈ കായംകുളത്താണ് നിൽക്കുന്നത്. 5 വർഷക്കാലം MP ആയിരുന്നയാൾക്ക് നാഷണൽ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പോൾ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതിയിൽ ഒരു അലൈൻമെന്റ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ കഴിയാത്ത ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ ഒന്ന് കായംകുളത്തെ ഈ ആകാശപാത നിർമ്മിക്കാതെ പോയതാണ്. 2 അമ്പലപ്പുഴ ക്ഷേത്രത്തിന് മുന്നിലും ഇതുപോലെയാണ്. ജനങ്ങളെ ഏറ്റവും വലച്ച, നാടിന്റെ വികസനം മുരടിപ്പിച്ച ഒരു സംഭവം. കായംകുളത്തെ ദേശീയപാത കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇവിടുത്തെ സീരിയസ് ഇഷ്യൂ ആണ്. അതിന് ആൻസറബിൾ ആയിട്ടുള്ള നിങ്ങളുടെ MLA, നിങ്ങളുടെ MP, നിങ്ങളുടെ സർക്കാർ അതിന് നിങ്ങളുടെ മറുപടി, ഒരു ക്ലാരിറ്റിയുള്ള മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. യഥാർത്ഥത്തിൽ കായംകുളത്തെ ഫ്ലൈ ഓവർ ഉൾപ്പെട്ട ദേശീയപാത അലൈൻമെന്റ് 2016 DPR 2017 അട്ടിമറിച്ചത് ആര്? അന്ന് ആരായിരുന്നു കായംകുളത്ത് പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം? നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള സ്പേസ് ബാക്കിയുണ്ടോ? പറയട്ടെ, ആ DPR അട്ടിമറിച്ചതിന് പിന്നിൽ ആരാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്.
ഇവിടെ ദേശീയപാതയിൽ ഫ്ലൈ ഓവർ ഉൾപ്പെട്ട DPR ആരാണ് അട്ടിമറിച്ചത്? അന്ന് ആരായിരുന്നു MP? 2017 സംഭവം. അന്നത്തെ MP ആരാണ്? ഇത് വ്യക്തമാക്കേണ്ടതാണ്. അന്നത്തെ എംപിയുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. അല്ല, അതിനുശേഷം ഇന്നത്തെ MPയും MLAയും മുൻകൈയെടുത്താണ് പുതിയ നിർദ്ദേശം കൊണ്ടുവന്ന് ONG ജംഗ്ഷനിൽ ജനകീയ ആവശ്യമുയർന്നു. അവിടെ ആവശ്യമുയർന്നു, അടിപ്പാത വേണം. ഇന്നത്തെ MPയും MLAയും മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകളിലൂടെയാണ് അടിപ്പാത എന്ന പുതിയ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഓക്കെ, താങ്കളുടെ ചോദ്യം ആരോടാണ്? എനിക്ക് ചോദിക്കാനുള്ളത് സംഘപരിവാര NDA പ്രതിനിധിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവിടെ ഇന്ന് ആൾക്കാർ മുഖത്ത് ഞാൻ നോക്കിയായിരുന്നു. കാരണം അറിയോ, എല്ലാവരുടെ മുഖത്തൊരു ചിരി വന്ന്. കാര്യം BJP പ്രതിനിധി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ വളരെ ആശ്ചര്യത്തോടാണ് ജനങ്ങൾ നോക്കിയത്. ചോദ്യം, നിങ്ങൾ ഈ പറഞ്ഞ തുല്യനീതി എന്ന് പറഞ്ഞ് 10 വർഷക്കാലമായിട്ട് BJP സർക്കാർ, മോഡി സർക്കാർ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നീതി എന്താണെന്ന് എല്ലാവരും, ആരെയും കണ്ണടച്ചിരുട്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ മാത്രമേ അടയത്തുള്ളൂ, മറ്റുള്ളവരുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. ചോദ്യം, നിങ്ങൾ തുല്യനീതി നടപ്പിലാക്കുന്നു എന്ന് നടപ്പിലാക്കി എന്ന് പറയുന്നു. CAA പോലെയുള്ള CAA നടപ്പിലാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗക്കാരാകുന്ന പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളായ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് മാറ്റി ഒഴിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ നേട്ടം ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ചോദ്യം, 10 വർഷത്തെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗ്ഗങ്ങളാവുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്ത് ഗുണങ്ങളാണ് ഈ BJP സംഘപരിവാര കൂട്ടുകെട്ടിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്? അതില് ആ പിന്നോക്ക വിഭാഗങ്ങളായി ഇപ്പോഴും കബന്ധങ്ങളുടെ ഇപ്പോഴും ശ്മശാനങ്ങൾ അടക്കിക്കൊണ്ടിരിക്കുന്ന അമിത്ഷായുടെ പ്രസംഗം ഇങ്ങനെയാണ്. ക്രോണോളജി സംജയെ, അതിന്റെ ഗണന ഓർത്തു വെച്ചേക്കണം. ആദ്യം നമ്മൾ CAA നടപ്പിലാക്കും, പിന്നെ നമ്മൾ NRC നടപ്പിലാക്കും, എല്ലാ ചിതൽ പുറ്റുകളെയും ഓടിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ CAA നടപ്പിലാക്കിയിരിക്കുന്നത് അസമിലേതുപോലെ NRC നടപ്പിലാക്കി ഇവിടെ നിന്നുള്ള ആളുകളെ പുറന്തള്ളാനാണ്. ഒന്നിൽ താങ്കൾ ആദ്യം അമിത്ഷാ പറഞ്ഞ ക്രോണോളജി സംജയെ തള്ളിക്കളയണം, അല്ലെങ്കിൽ മറ്റേത് സമ്മതിക്കണം. CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാര് ആദ്യം രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് പഠിക്കണം. 2, ഇപ്പോൾ പറഞ്ഞ CAA അടക്കമുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കണം. CAA ഏതാണ്ട് 4 പതിറ്റാണ്ടായിട്ട് ഭാരതം ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ശ്രീമാൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള ലിഖായത്ത് ഉടമ്പടിയുണ്ട്. ആ ലിഖായത്ത് ഉടമ്പടി മതത്തിന്റെ പേരിൽ ഭാരതത്തെ വിഭജിച്ചിട്ടുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗും ജിന്നയും CPM അടക്കമുള്ള കക്ഷികളാണ്. അത് പറയാം. അങ്ങനെ ഈ രാഷ്ട്രത്തെ വിഭജിച്ച സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഒട്ടേറെ സഹോദരന്മാര് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ പലായനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിട്ടുണ്ട് അറിയാവോ? 2 രാജ്യങ്ങളിലും ഇതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭാരതത്തിലടക്കം തന്നെ മതന്യൂനപക്ഷങ്ങൾ, അതായത് വിഭജനത്തിന്റെ ഒരു സാഹചര്യത്തിൽ അവര് പാലായനം ചെയ്ത മതപീഡനം ഏറ്റുവാങ്ങിയിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം തന്നെ അവരവിടെ അഭയാർത്ഥികളെ പോലെ കഴിയുകയാണ് എന്നുള്ളത് തന്നെയാണ്. അവരെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി CAA നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കുറെ കാലമായിട്ടുള്ള ചർച്ചയാ. 2003 മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? അന്നെന്താ പറഞ്ഞത്? CAA ഭേദഗതി കൊണ്ടുവരണം, എന്നിട്ട് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച പ്രധാനമന്ത്രിയാണ് മോദിജി. ഒരു തർക്കവും വേണ്ട. ഇത് കള്ളമാണ്. നിങ്ങളുണ്ടാക്കിയ CAA ഡ്രാഫ്റ്റിനെ മൻമോഹൻ സിംഗ് പിന്തുണച്ചിട്ടില്ല. ലിഖായത്ത് ഉടമ്പടിയിൽ പറയുന്നത് എന്താണ്? താങ്കൾ ലിഖായത്ത് ഉടമ്പടി എന്ന് പറഞ്ഞു. അതിലെന്ത് പറയുന്നു എന്നാണ്? സംഗതി തന്നെ. ലിഖായത്ത് ഉടമ്പടിയിൽ എന്ത് പറയുന്നു എന്നാണ്? എവിടെ മൻമോഹൻ സിംഗ് CAA പിന്തുണച്ചു എന്നാണ്?
ഇല്ല പ്രസംഗിക്കല്ലേ, ഞാൻ പറയട്ടെ, അദ്ദേഹം എന്റെ പൊന്നു പറയട്ടെ. സുഹൃത്തേ, നിക്കായത്ത് ഉടമ്പടിയിൽ ഒരു കാര്യം എന്താണ് പറയുന്നത്? നരേന്ദ്രമോദിജി- രണ്ടാമത്തെ കാര്യം മൻമോഹൻ സിംഗ് എവിടെയാണ്? മൻമോഹൻ സിംഗ് എവിടെയാണ് നിങ്ങളുടെ CAA പ്രോജക്റ്റിനെ പിന്തുണച്ചിട്ടുള്ളത്? നിങ്ങൾ 1000 ചോദ്യം ചോദിച്ചാൽ 1000 ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ എനിക്ക് സാധിക്കുന്നേ. വ്യാജം പറയല്ലേ, ഒരു കാര്യം പറയാം. വ്യാജം പറയല്ലേ. നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായപ്പോൾ ഈ കായംകുളത്തും ഈ രാജ്യത്തെമ്പാടും തന്നെ ചില ആളുകൾ കൊണ്ടുവന്ന ചർച്ച എന്താണെന്നറിയാവോ? മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും. 10 വർഷമായി ഒരിക്കലും പറഞ്ഞില്ല. 10 വർഷമായി മോദിജി ഈ രാജ്യം ഭരിച്ചിട്ട് ഈ കായംകുളത്തടക്കം ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നു? നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അപവാദ പ്രചരണം, അസത്യ പ്രചരണം, അതിന്റെ മുനയൊടിഞ്ഞില്ലേ? ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലവും സ്വീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ഒരു കാര്യം ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ ആരാണ്? നിങ്ങൾ പറയണം. എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഭാരതത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അഫ്ഗാനിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. താങ്കൾ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബാക്കിയുള്ളവർക്കെല്ലാം നിലപാടുകൾ അറിയാം. ഈ രാജ്യത്തിന്റെ നിലപാടറിയാം. അങ്ങനെ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ ആരൊക്കെയാണ്? റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുന്ന മതപീഡനം അനുഭവിക്കുന്നവരിൽ ഹിന്ദുവുണ്ട്, സിഖുണ്ട്, ജൈനുണ്ട്, പാർസിയുണ്ട്. നിങ്ങളത് വിഭാഗങ്ങളിൽപ്പെട്ട മതന്യൂനപക്ഷങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിലെ പീഡനം ഏറ്റുവാങ്ങുന്നുണ്ട്. ഈ രാജ്യത്തെ എന്നോട് ചോദിച്ചോട്ടെ, ഞാൻ പറയാം. ഈ രാജ്യത്തെ ഒരു പൗരന് പോലും പൗരത്വം CAA നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ വെല്ലുവിളി ചോദിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ CAA കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന് ഇവിടെ പൗരത്വം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? വെല്ലുവിളി ചോദിക്കുന്നു. ഒരാൾക്ക് പോലുമില്ല. പാകിസ്ഥാൻകാരൻ അദ്നാൻ സ്വാമിക്ക് പോലും ഇവിടെ പൗരത്വം കൊടുത്തിട്ടുള്ള നാടാണ്. ദീർഘപ്രസംഗത്തിന് സമയമില്ല. താങ്കളുടെ ചോദ്യം ആരാണ്? എനിക്ക് കോൺഗ്രസിന്റെ പ്രതിയോട് ഒരു ചോദ്യമുണ്ട്. നിങ്ങള് കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പേ KC വേണുഗോപാൽ ചെയ്ത ചരിത്ര വികസനങ്ങളെ കുറിച്ച് ആലപ്പുഴ നടത്തിയ കാര്യം പറഞ്ഞു. എണ്ണി കഴിഞ്ഞ 10 വർഷക്കാലം KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ ചരിത്രപരമായ വികസനങ്ങൾ ശുക്കൂർ സാർ പറഞ്ഞു. എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം KC വേണുഗോപാൽ എന്തുകൊണ്ട് തുടർന്ന് മത്സരിച്ചില്ല? ഒന്ന്. രണ്ടാമത് നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി 8 നില പൊട്ടി. കേരളത്തിൽ 18 എടുത്ത് നിങ്ങൾ ജയിച്ചപ്പോ 19 എടുത്ത് ജയിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ നിങ്ങളുടെ KPCC പ്രസിഡന്റൊക്കെ ചോദിച്ച് നിങ്ങൾ 19 പേര് പാർലമെന്റിൽ പോയി എന്തോ ചെയ്തത്? ഞങ്ങളെ കിളയ്ക്കാം. എടുത്ത വായില പറഞ്ഞ ഉത്തരവാ. കിളയ്ക്കാൻ വേണ്ടിയാണോ ഈ തവണയും നിങ്ങൾ 20 എടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയത്? ഒരു ചോദ്യം BJPയുടെ സ്ഥാനാർത്ഥിയോട്. നിങ്ങൾ പറഞ്ഞ് ഇന്ത്യയില് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുല്യ നീതി നടപ്പാക്കിയെന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം CAA നടപ്പാക്കുന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളായ അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ പശുവിന്റെ പേരിലും മൃഗങ്ങളുടെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലും മനുഷ്യരെ സംരക്ഷിക്കാൻ പാവപ്പെട്ട മനുഷ്യരെ ആൾക്കൂട്ടക്കൊല നടത്തിയ നാടാണ് നമ്മുടെ കേരളം. CPM കോൺഗ്രസും മറുപടി പറയേണ്ടി വരും. പാവപ്പെട്ട മനുഷ്യരെ ക്രൂരമായി മധുവിനെ ആദിവാസിയായിട്ടുള്ള സഹോദരനായിട്ടുള്ള മധുവിനെ അടക്കം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന നാടാണ് ഈ കേരളം. മറുപടി പറയേണ്ടി വരും. എന്തിനാണ് കേരളം വിട്ടു പോകുന്നത്? കേരളത്തിന്റെ കാര്യത്തിൽ മറുപടി പറ. ഒരു സെക്കൻഡ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിയില്ലേ? ആ പരിപാടിയല്ല ഇത്. ആ പരിപാടിയല്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് LDF നേതാക്കളാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. സുധാകരനും തോമസ് ഐസക്കിനും സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ അന്നുണ്ടായ പ്രതിഷേധത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ മറുപടി? അപ്പോ ഞങ്ങൾ തീരുമാനിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ. നിങ്ങളിപ്പോൾ മത്സരിക്കുന്നത് മരുപ്പട്ടിയും ചിഹ്നം വരാതിരിക്കാനല്ലേ?
നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളുടെ ദേശീയ നേതാവായി ശ്രീ KC വേണുഗോപാലിനെ മത്സരിക്കണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് വർദ്ധിച്ച ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. നിങ്ങള് CPM നേതാക്കളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ. അല്ല, വർദ്ധിച്ച ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ കുറെ കൂടി പ്രായോഗികമായ പരിചയവും ശ്രീ KC വേണുഗോപാലിന് സിദ്ധമായി. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹം രാജ്യമെമ്പാടും തന്റെ പ്രവർത്തനത്തിൽ മികവ് കാട്ടി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാല തങ്ങളുടെ പ്രവർത്തനത്തിന് വലിയ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മികവ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ BJP പാനലിസ്റ്റിനുള്ള മറുപടിയാണ്. BJP സുഹൃത്ത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മതത്തെയും ജാതിയെയും ഭാഷയെയും വംശത്തെയും ഉപയോഗപ്പെടുത്തി BJP നമ്മുടെ രാജ്യത്ത് വിഭജനം നടത്തി. ആ വിഭജനത്തിന്റെ മറവിൽ ജനങ്ങളെ വിഭജിച്ച് എന്താണ് 10 വർഷക്കാലത്തെ ഭരണത്തിൻ കീഴിലെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് റിസൾട്ട് എന്താണ്? യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ അപമാനിതമാകുന്ന കണക്കുകളും സ്ഥിതിവിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. പട്ടിണി രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ സ്ഥാനം നേരെ ഇടിഞ്ഞു 111. നരേന്ദ്രമോദിയുടെ നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ലോകത്ത് 142 കോടി വരുന്ന ജനങ്ങൾ, ഏറ്റവും കൂടുതൽ വരുന്ന ജനങ്ങൾ താമസിക്കുന്ന രാജ്യം ഇന്ത്യ, 142 കോടി. അതിൽ 104 കോടി പേരും ഒരു നേരത്തെ പോഷകാഹാരം ലഭിക്കാൻ കഴിയാത്തവർ. യൂണിസെഫിന്റെ കണക്ക്. നമ്മുടെ ലോകത്തെ ഏറ്റവും ആധികാരികമായ സ്ഥിതിവിവര കണക്ക് പറയാൻ കഴിയുന്ന, തൊഴിലിനെ സംബന്ധിച്ച് വിവരം പറയാൻ കഴിയുന്ന ILOയുടെ കണക്ക് പുറത്തു വന്നു. 2001 ഇന്ത്യയിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള 33% ആളുകൾ തൊഴിലില്ല. നരേന്ദ്രമോദി ഇതിനിടയിൽ അധികാരത്തിൽ വന്നു. 1 വർഷം ഞാൻ 2 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ നരേന്ദ്രമോദിയുടെ 10 വർഷത്തിനിടയിൽ 20 കോടി പേർക്ക് തൊഴിൽ കിട്ടണം. എന്താ ഏറ്റവും അവസാനത്തെ ILOയുടെ കണക്ക്? ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുള്ള രാജ്യം ഇന്ത്യ. 2023 കണക്ക് പ്രകാരം ഇന്ത്യയിൽ അഭ്യസ്ത വിദ്യരിൽ 65% അഭ്യസ്ത വിദ്യർക്ക് തൊഴിലില്ല. നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്ന ഒരു പുസ്തകമുണ്ട്. അത് അദ്ദേഹം വാങ്ങിച്ചു വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ധനകാര്യമന്ത്രി അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന നരേന്ദ്രമോദിജിയുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അവരുടെ ഭർത്താവ് ശ്രീ പരകാല പ്രഭാകരൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ദ ക്രോക്കഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യയുടെ വളഞ്ഞ മോന്തായം. ആ പുസ്തകം അദ്ദേഹം ഒന്ന് വായിക്കണം. എല്ലാ ഇൻഡെക്സുകളിലും ഇന്ത്യ താഴെയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ താഴെയാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ താഴെയാണ്, പട്ടിണി സൂചികയിൽ താഴെയാണ്, ആളുകൾക്ക് വിലക്കയറ്റത്തിൽ മേലെയാണ്, ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ താഴെയാണെന്നാണ്. എന്താണ് ചോദ്യം? ആരോട്? വളരെ പെട്ടെന്ന് ഒരാൾക്ക് മാത്രം എല്ലാ ചോദ്യം ചോദിക്കാൻ സമയമില്ല. ദേശീയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിലവിൽ 5 കൊല്ലം MP ആയിരുന്ന ഈ സഖാവ് ആരിഫ് MP അവരുടെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാദേശികമായ ചില വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. വളരെ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത് സാറ് വളരെ ബഹുമാന്യനായ സാറ് പറഞ്ഞതുപോലെ 2017 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് മാത്രം, അതിന്റെ ഉത്തരം മാത്രം സാറൊന്ന് പറഞ്ഞു തന്നാൽ മതി. 2017 നിയോഗിക്കപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ അടിസ്ഥാനത്തിലാണോ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? അത് കായംകുളത്തെ ഹൈവേയുമായി ബന്ധപ്പെട്ടതാണ്. മറുപടി താങ്കളുടെ മറുപടി. 2017 DPRൽ ഇതുണ്ടായിരുന്നു. അതുവരെ ആ DPR അട്ടിമറിക്കപ്പെട്ടു. അന്ന് ആലപ്പുഴ MP സഖാവ് ആരിഫല്ല, അന്ന് ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹത്തിന്റെ കാലയളവിലാണ് DPR അട്ടിമറിക്കപ്പെട്ടത്. പിന്നീട് കൊണ്ടുവന്ന DPRൽ നമ്മുടെ കായംകുളത്ത് ONK ജംഗ്ഷനിൽ അടിപ്പാതയില്ല. ആ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഖാവ് ആരിഫും പ്രതിഭ MLAയും നടത്തിയ നിരന്തരമായ ഇടപെടൽ കായംകുളത്ത് സമരം വന്നു. അടിപ്പാത വേണം ONK ജംഗ്ഷനിൽ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസം 3-ാം തീയതി ആലപ്പുഴ കളക്ട്രേറ്റിൽ വിളിച്ച യോഗത്തിൽ കായംകുളത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരുമല്ല ആ ചർച്ചയിൽ പങ്കെടുത്തു. ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ വിശദീകരിച്ചു. MPയുടെയും MLAയുടെയും
നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തുടർന്ന് നാഷണൽ ഹൈവേ ആലപ്പുഴ ONK ജംഗ്ഷനിൽ അടിപ്പാത വന്നത് എന്നവിടെ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ അവരുടെ ഫൈനൽ റിപ്പോർട്ട് SMSC എന്ന് പറഞ്ഞൊരു ഏജൻസിയെ കൊണ്ടാണ് അത് ഇറക്കിയത്. അതിൽ വളരെ ക്ലിയർലി പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊന്നും ഈ റിപ്പോർട്ടിന്റെ തന്നെ ആവശ്യമില്ല. നിങ്ങൾ അരൂർ മുതൽ കൊല്ലം വരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൈ ഓവറുകൾ എല്ലാ ടൗണുകളിലും എല്ലാ വില്ലേജുകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഒരു ഫ്ലൈ ഓവർ ഇല്ലാത്ത ഏക പട്ടണം കായംകുളം മാത്രമാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 116 വർഷം പഴക്കമുള്ള ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി കായംകുളമാണ്. കായംകുളം അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് ഈ നാഷണൽ ഹൈവേ ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന പാർലമെന്റ് മെമ്പേഴ്സും മുനിസിപ്പൽ ചെയർമാനും ആൻഡ് MLAയുമാണ്. ഇവരുമായിട്ട് നമ്മൾ ഒരു ഇതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഇവിടുത്തെ പണി തുടങ്ങിയിട്ട് ഒരു 10 മാസം പോലും ആയിട്ടില്ല. ഇവർ 2016-17 ഈ പണി തുടങ്ങിയിട്ട് നമ്മൾ ഇവരെ ഒക്കെ മീറ്റ് ചെയ്ത് ഇതിന്റെ അപാധകൾ പറഞ്ഞപ്പോൾ അപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിലും നമുക്കിവിടെ ഫ്ലൈ ഓവർ കിട്ടുമായിരുന്നു. ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ ഫ്ലൈ ഓവർ വന്നു, അങ്ങേറുളങ്ങരയിൽ ഫ്ലൈ ഓവർ വന്നു, ഹരിപ്പാട്ടിൽ ഫ്ലൈ ഓവർ വന്നു. അപ്പോഴൊന്നും ഇവരെന്തുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടില്ല? ഇതിനെപ്പറ്റി വളരെയായിട്ട് പല മീറ്റിങ്ങുകളും കഴിഞ്ഞ ജനുവരിയിൽ നിങ്ങളുടെ വിമർശനം അതാണ്, എനിക്ക് മനസ്സിലായി. ഒരു കാര്യം കായംകുളത്തിലെ സർവകക്ഷികളും ചേർന്നിട്ട് കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചു കായംകുളത്തിൽ ഫ്ലൈ ഓവർ വേണമെന്ന് കൂട്ടായി തീരുമാനിച്ചു. അതിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പാർട്ടിയുടെ മെമ്പറും ഉണ്ടായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഡ്രസ് ചെയ്യപ്പെടട്ടെ എന്നാണ് താങ്കളുടെ ചോദ്യം. ആരാണ്? LDFന്റെ പ്രതിനിധിയോടാണ്. കേരളത്തിനകത്ത് ശത്രുക്കളായിട്ടും കേരളത്തിന് പുറത്ത് വായി ആയിട്ട് നടക്കുന്ന LDFന്റെ ആളിനോടാണ് ചോദ്യം. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അവർക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലല്ലോ, ഇന്ത്യ സഖ്യമല്ലേ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ 2 രീതി മത്സരിക്കും? ഒറ്റയ്ക്ക് മത്സരിച്ചാ പോരെ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്നതാണ് LDFനോടുള്ള ചോദ്യം. ഒരേ ഇഷ്യൂ ആവർത്തിക്കല്ലേ? എല്ലാ പ്രധാനമന്ത്രിയും രൂപം കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ, എല്ലാ മുഖ്യമന്ത്രിയും രൂപം കൊള്ളുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് VP സിംഗ് പ്രധാനമന്ത്രിയായി. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പില്ല. നമ്മുടെ ദേവഗൌഡ പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുമാനിച്ചല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. ഈ രാജ്യം അങ്ങനെയാണ് വരുന്നത്. ആ സൂചനകൾ വന്നു കഴിഞ്ഞു. താങ്കളുടെ ചോദ്യം ആരോടാണ്? അതിവിടെ ചോദിക്കും, മൈക്കുണ്ടല്ലോ, ചോദിക്കും സാറേ. എനിക്ക് സഖാവിനോട് ഒരു ചോദ്യം. LDFനോട് ചോദ്യം. ആലപ്പുഴ വികസനവുമായി ബന്ധപ്പെട്ട് നല്ലത് വന്നതെല്ലാം ആരിഫിനും പാലം ഇല്ലാതെ വന്നപ്പം അത് KC വേണുഗോപാലിനും കൊടുത്ത എന്തുകൊണ്ടാ സാറേ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഒരു സഖാവ് ഇവിടെ പറഞ്ഞ് KC വേണുഗോപാല് പാർലമെന്റിൽ പോയതിനു ശേഷം എല്ലാ നിയമസഭകളിലും BJP അധികാരത്തിൽ വന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി UDFന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ മരിക്കാം. അല്ലാതെ ഈനാം പച്ചയ്ക്കും മരപ്പട്ടിക്കും വോട്ട് ചെയ്ത് മരിക്കേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്ന പരിപാടിയല്ല. ഒരു ഇല്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ്സ് പറ്റില്ല. ചോദ്യം ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ്സ് പറ്റില്ല. സ്റ്റേറ്റ്മെന്റ്സിലാണ് അവരവിടെ ഉള്ളത്. ചോദ്യം ആരോടാ ചോദിക്കുന്നത്? എഴുന്നേൽക്ക്. ഇല്ല ചേട്ടാ, ഇതിനകത്ത് കുഴപ്പമില്ല. ഇത് നടത്തട്ടെ. ചോദിക്കുന്നത് ആരോടാ ചോദിക്കുന്നത്? CPM-നോട്. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ബാബുജൻ സാറിനോടാണ്. എന്റെ പ്രിയ സുഹൃത്താണ്. ചോദിക്കാനുള്ളത്, ചെറുകിട വ്യവസായങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നെന്നാണല്ലോ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഇവിടുത്തെ. എന്നാലോ ഞാനൊരു ചെറുകിട വ്യവസായം നടത്തുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ ചെറുകിട വ്യവസായം എന്തുകൊണ്ടാണ് മുകളിലോട്ട് വരാത്തത്? അതിന് ഉത്തരം പറയണം. രണ്ടാമത്, നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങാൻ പോയാലും
ഉടൻ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമം വേണം. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ വൈറ്റ് കാറ്റഗറിയിലാണ് പഠിച്ചേക്കുന്നത്, ചെറുകിട വ്യവസായങ്ങളെ. എന്നാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് ഗ്രീൻ കാറ്റഗറിയിലാക്കി. ഞങ്ങൾ പാവപ്പെട്ട ഞങ്ങളുടെ വർക്ക്ഷോപ്പുകാർക്കൊക്കെ ഒരു 5 വർഷത്തേക്ക് 15,000 രൂപ അടയ്ക്കണം. എന്താണ് ഈ നിയമം കൊണ്ടുവന്നത്? കേന്ദ്രം ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ കേന്ദ്രം ഇപ്പോഴും അത് വൈറ്റ് കാറ്റഗറിയാ. എന്തുകൊണ്ട് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിങ്ങളുടെ വാക്ക് മാത്രമേ ഉള്ളൂ, ആത്മാർത്ഥത ഇല്ലേ എന്നാണ്. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വാക്കല്ല. ചെറുകിട വ്യവസായം ഏറ്റവും കൂടുതൽ വളരുന്നത് കേരളത്തിലാണ്. അത് വ്യവസായങ്ങൾ മാത്രമല്ല, ചെറുകിട നിലയിലും സൂക്ഷ്മ സംരംഭങ്ങളും അതുപോലെ തന്നെ ആധുനികമായ തൊഴിൽ സംരംഭങ്ങളും ഏറ്റവും വേഗതയിൽ വളർന്ന കേരളത്തിലാണ്. സ്റ്റാർട്ടപ്പുകൾ ഏറ്റവും വേഗതയിൽ വളർന്ന കേരളത്തിലാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് കേരളത്തിലാണ്. ശരി ശരി ശരി, ചോദ്യം ചോദിക്കണേ, സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കണേ. എന്റെ ചോദ്യം ഇവിടുത്തെ BJP പ്രതിനിധിയോടാണ്. മണിപ്പൂരിൽ നഗ്നയാക്കി നടത്തപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കാത്ത എന്ത് നാരീ സുരക്ഷയാണ് മോദി ഗവൺമെന്റ് ഇവിടുത്തെ സ്ത്രീകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ചോദ്യം 2, നിങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രോവർട്ടി, അതായത് ദാരിദ്ര്യത്തിന് നിർമ്മാർജ്ജനത്തിന് എന്താണ് നിങ്ങൾ വാഗ്ദാനം നൽകുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് നടത്തിയ വാഗ്ദാനങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനത്തിന് എന്താണ് ചെയ്തത്? ഇതിന് 3നും ഉത്തരം കിട്ടിയാൽ കൊള്ളാം. മണിപ്പൂർ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മാസങ്ങൾ എടുത്തു, പരിഹരിച്ചോന്നറിയില്ല, മാസങ്ങൾ എടുത്തു. ഏതാണ്ട് 90കളുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ഇഷ്യൂ തന്നെയാണ് മണിപ്പൂരിലെ സംഘർഷം. ഞാൻ പറയട്ടെ സുഹൃത്തെ, ഞാൻ പറയട്ടെ മണിപ്പൂരില് മെയ്തികള്, അതല്ല ഈ പരിപാടി, മണിപ്പൂരില് അവിടെ കലാപം, നോർത്ത് ഈസ്റ്റിലെ വയലൻസിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. 2 കാര്യങ്ങൾ ഞാനിവിടെ പറയും. മണിപ്പൂരില് 90കളിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള കലാപം, അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു മണിപ്പൂരിൽ ഏറ്റവും അധികം കലാപങ്ങൾ നടന്നിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തിൽ നമുക്കറിയാം മണിപ്പൂരില് മത അടിസ്ഥാനത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. അവിടെ ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളും ചെറിയ സംഘർഷങ്ങളുമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആഭ്യന്തരമന്ത്രിയും ഞങ്ങൾ വേട്ടയാടപ്പെട്ടു ഒരിക്കലുമില്ല. ഞങ്ങളുടെ 272 പള്ളി ഞാൻ പറയട്ടെ, കത്തോലിക്ക സഭ കേരളത്തിലെ സ്കൂളുകളിലെല്ലാം താങ്കൾ പറയുന്നത് എന്റെ നിലപാട്, എന്റെ സംഘടനയുടെ നിലപാട്, ഈ രാജ്യത്തിന്റെ നിലപാട്, മീഡിയ വണ്ണിന്റെ നിലപാടല്ല ഭാരതീയ ജനതാ പാർട്ടി നിലപാട്. ഞാൻ പറയട്ടെ, ഇവിടെ ഈ സംഘർഷം പൂർണ്ണമായി ലഘൂകരിക്കപ്പെട്ട് അവിടെ സമാധാനം കൊണ്ടുവന്ന സർക്കാരാണ് മോദി സർക്കാർ. അവിടെ മണിപ്പൂരിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് ആദരണീയ പ്രധാനമന്ത്രി അമിത്ഷാജിയും കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ ഡൽഹിയിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ അടക്കം തന്നെ വലിയ ബിഷപ്പുമാരടക്കം തന്നെ പറഞ്ഞല്ലോ, അവിടെ മതപരമായ കലാപമല്ല, സംഘർഷമാണ്. ഒരു കാര്യം പറയാം, ഒരു സമയത്ത് കാശ്മീരില് വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ സൈനികരെ കല്ലെറിയുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് കാശ്മീരില് എടുത്തു മാറ്റി കാശ്മീരെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാനമന്ത്രി മോദിജിയാ. ഇന്ന് രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു സമയത്തുണ്ടായ സംഘർഷങ്ങളൊന്നും ഇന്ന് ഇല്ല, അതെല്ലാം ലഘൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയട്ടെ, എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, മതന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളെല്ലാം ഭരിക്കുന്നത് BJPയും ദേശീയ ജനാധിപത്യ സഖ്യമാണ്. BJPയാ. ഈ രാജ്യത്തെ സുരക്ഷ നൽകുന്ന ഗവൺമെന്റ് മോദിയുടെ ഗവൺമെന്റ്, മോദിയുടെ സർക്കാരാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്നിട്ട് വർഷങ്ങളായി. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇപ്പോഴാണ് KC വേണുഗോപാലിന് പക്വത വന്നതെന്ന്. അതിനർത്ഥം ആര് പറഞ്ഞു?
പറഞ്ഞില്ലേ നേരത്തെ? പക്വതയിൽ അതായത് ഇപ്പൊ ഒരു വാക്ക് പിന്നെന്താ പറഞ്ഞത്? ദേശീയ നേതാവ് ഗീബൽസിനെ പോലെ കള്ളം പറയരുത്. ഗീബൽസ് ആകരുത് കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർ ഗീബൽസ് ആണ്. ഇത്രേ ഉള്ളൂ. ആലപ്പുഴയിൽ ജനങ്ങളെ പറ്റിക്കുമായിരുന്നോ? പിൻവലിക്കണം. അത് ശരിയല്ല. നിങ്ങൾ പറഞ്ഞ ആലപ്പുഴയിലെ ജനങ്ങളെ ഇതുവരെ പറ്റിക്കുമായിരുന്നോ? ഇപ്പോഴാണോ KC വേണുഗോപാലിന് പക്വത വന്നത്? ഇതാണ് ചോദ്യം. ആ ചോദ്യം ഒരു തരത്തിലും നിലവാരമില്ലാത്തതാണ്. ആ ചോദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആലപ്പുഴയിലെ ജനപ്രതിനിധികളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ഈ തവണ വിജയിച്ച് അതിന്റെ മഹത്വം എന്ത് എന്ന് തെളിയിക്കാൻ പോകുന്നത് വളരെ ലളിതമായ ചോദ്യത്തുള്ളൂ. പിന്നെ ഇത് രണ്ട് ഭരണകക്ഷിക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് CPM, ഒന്ന് BJP. ഇവർക്ക് ജനങ്ങള് എന്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം? ഇവര് രാജ്യവ്യാപകമായിട്ട് പിന്നെ ഫാസിസ്റ്റ് നടപടി ഉണ്ടാവുമ്പോൾ കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഫാസിസമാണ് നടക്കുന്നത്. എല്ലാ അക്രമങ്ങളും അഴിച്ചു വിടുകയോ? എല്ലാ സ്ഥലങ്ങളിലും ബോംബ് കയ്യിലിരുന്ന് പൊട്ടുന്നു, അക്രമങ്ങൾ നടത്തുകയോ? CPM-കാരുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടുന്നു, കുറെ പേർ ആശുപത്രിയിലാവുന്നു, നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുമ്പോൾ CPM-നെ കൂടെ ഓഡിറ്റ് ചെയ്യണമെന്നാണ് ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ യഥാർത്ഥത്തിലുള്ള സ്ഥിതിയിൽ കാണാതെയുള്ള കേവല വർത്തമാനം. രാജ്യം അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളെ കോൺഗ്രസുകാർ എങ്ങനെ ലഘൂകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. 300-ലേറെ ആളുകൾ മരണമടഞ്ഞ മണിപ്പൂരിലെ വലിയ കലാപം, അവിടുത്തെ നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന മണിപ്പൂരിലെ മണിപ്പൂരിൽ നിന്നുള്ള പ്രതിരോധ സെക്രട്ടറി ഈ രാജ്യം മണിപ്പൂർ അല്ല ഒരു മണിപ്പൂരിൽ നിന്നുള്ള പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത്, ഒരു കലാപം രാജ്യത്തുണ്ടായാൽ അത് 48 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ സുശക്തമാണ് ഇന്ത്യൻ സേന, സുശക്തമാണ് നമ്മുടെ അർദ്ധസൈന്യ സേന. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് 48 മണിക്കൂർ കൊണ്ട് ഒരു കലാപം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഭരണകൂടം ആ കലാപത്തിന്റെ പിന്നിലുണ്ട്. 82 ദിവസം എടുത്തു. അതെ, അതാണ് ഒരു കാര്യം പറയാനുള്ളത്, ഇത്തവണ CPM മത്സരിക്കുന്നത് PDP-യുടെ പിന്തുണയിലാണ്, UDF മത്സരിക്കുന്ന SDP-യുടെ പിന്തുണയിലാണ്. മത തീവ്രവാദികൾക്ക് എല്ലാവിധ വളവും നൽകുന്ന പാർട്ടിയാണ് CPM കോൺഗ്രസും. മറുപടി പറയേണ്ടി വരും. ആലപ്പുഴയിൽ സമാധാനം നശിപ്പിച്ചത് CPM കോൺഗ്രസുമാണ്. ആലപ്പുഴ രഞ്ജിത് ശ്രീനിവാസൻജി അടക്കമുള്ള സഹോദരന്മാര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. നഷ്ടപ്പെടുത്തിയതിൽ SDP-ക്ക് വിടുപടി ചെയ്ത പാർട്ടികളാണ് CPM കോൺഗ്രസ്. ശരി, ഇങ്ങനെ പ്രസംഗിക്കല്ലേ. CPM-ന്റെ നേതാവിനോട് ഒരു ചോദ്യം. കായംകുളം MSM കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്ത് നിലപാടാണുള്ളത്? രണ്ടാമത്തെ കാര്യം, ഇവിടെ നാഷണൽ ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 30% വസ്തു ഏറ്റെടുക്കുന്നതിന് നിങ്ങൾ ഫണ്ട് നൽകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ചില്ലി പൈസ പോലും കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവിടെ ആരിഫിന്റെ ഫ്ലെക്സുകൾ നാടുതോറും വെച്ചതല്ല. നിങ്ങൾ എന്താണ് ആ നാഷണൽ ഹൈവേക്ക് വേണ്ടി ചെയ്തത്? ഇതൊന്നും മനസ്സിലാകാതെ ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല. 5600 കോടി രൂപയാണ് 5600 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് സ്ഥലമെടുക്കാൻ കൊടുത്തത്. ദേശീയപാത വികസനത്തിന് 5600 കോടി രൂപ അതാണ് കേരള ഗവൺമെന്റ് നൽകിയത്. അങ്ങനെ നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കായംകുളത്തെ ദേശീയപാതയുടെ വികസനം ഉൾപ്പെടെ പറഞ്ഞു. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? BOT ആര് കൊണ്ടുവന്നു? അത് കോൺഗ്രസിന്റെ കുഞ്ഞാണ്, ഞങ്ങളുടെ അല്ല.
കോൺഗ്രസിന്റെയും UDF-ന്റെയും കുഞ്ഞാണ് BOT. ഈ ആകാശപാത വരാതിരുന്നത് BOT ആയതുകൊണ്ടാണ്. ആ BOT അല്ല, ആകാശപാത നടപ്പിലാക്കിയത് വഴിയാണ് ദേശീയ എന്റെ ബാബുജാനെ ഇത് ആളുകൾ കേൾക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കേരളത്തിൽ UDF-ഉം കേരളത്തിൽ രാജ്യത്ത് കോൺഗ്രസും ഏറ്റവും സുശക്തരായ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു? ശ്രീ AK ആന്റണി, ശ്രീ വയലാർ രവി, ഉമ്മൻചാണ്ടി, ശ്രീ K കരുണാകരൻ. എന്തുകൊണ്ട് നമ്മുടെ ദേശീയപാത നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വികസിപ്പിച്ചില്ല? അതിന് മറുപടിയുണ്ട്. 2013 കോൺഗ്രസില് ഞാനിത് പറയട്ടെ, അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ട് താങ്കളുടെ 2013 മൻമോഹൻ സിംഗിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ റോഡ് പണിക്കായാലും നാടിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കലിന് ഒരു നിയമനിർമ്മാണ ഭേദഗതി കൊണ്ടുവരുന്നത്. ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ നടന്നിട്ടുള്ള വികസന പരിപാടികൾ. അതിന് ഞങ്ങളാണ് നിയമമാണ്, നിയമനിർമ്മാണമാണ്. അതിന്റെ അടിസ്ഥാനം ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഇന്ന് ശ്രീമാൻ ആരിഫിന്റെ നോട്ടീസിലെ 10,000 കോടിയുടെ വികസനം മോദി ചെയ്തതാ. ഒരു MP-ക്ക് കൊടുക്കുന്ന ഫണ്ട് 17 കോടിയാണ്. എന്നിട്ട് 10,000 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്നായിരുന്നു തെലങ്കാനയിൽ. ഇന്നലെ തെലങ്കാനയിൽ നടന്ന സംഭവം നമ്മൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മൊത്തം കണ്ടതാ. RSS വർഗീയവാദികൾ കയറി ഒരു ചർച്ച ആക്രമിക്കുകയും മലയാളി വൈദികനെ ഉൾപ്പെടെ തച്ച് തകർക്കുകയും ചെയ്തു. അവരെ അതിക്രൂരമായി മർദ്ദിച്ചു. കോൺഗ്രസിന്റെ പിന്തുണ മീഡിയ നിലപാടല്ല ഈ രാജ്യത്തിന്റെ നിലപാട്. ചോദ്യത്തിന് മറുപടി പറയട്ടെ. സഹോദര മറുപടി പറയട്ടെ. നിങ്ങൾ ചോദിച്ച മറുപടിക്ക് മറുപടി പറയണ്ടേ ചോദ്യത്തിന്? ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം ഹിന്ദുത്വ വർഗീയവാദികൾ അഴിഞ്ഞാടുന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് തെലങ്കാനയാണ്. നിങ്ങൾ ഭരിച്ചാൽ എല്ലാം നന്നാകുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് ശരിയാവുന്നില്ല? ഞങ്ങൾ തെലങ്കാന ഭരണം ഏറ്റെടുത്തിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടില്ല. ഞങ്ങളുടെ ഭരണ നേട്ടം എന്തായിരിക്കുമെന്ന് നിങ്ങൾ വരും കാലങ്ങളിൽ കണ്ടോളൂ. ഞാൻ പറയട്ടെ 1989 ഇവിടെ ഈ BJP-യുടെ സഖ്യവുമായി ചേർന്നാണ് VP സിംഗിനെ CPM പിന്തുണച്ചത്. മറന്നുപോയിട്ടില്ല. നമ്മളാരും മറന്നിട്ടില്ല. നമ്മൾ മറന്നിട്ടില്ല. 1977 പിണറായി വിജയൻ ഭരണത്തിലേക്ക് വരാൻ ആരായിരുന്നു? അവിടെ മത്സരിച്ചത് BJP-യുടെ പിന്തുണയോടുകൂടിയാണ്. CPM-നോട് ചോദ്യം, അവസാനത്തെ ചോദ്യം. നമ്മൾ എക്സീഡ് ചെയ്യാണ്, സമയം കഴിഞ്ഞു. സാർ, സാറിനോട് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങളാണ് എനിക്ക്. 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യം ബാബുജി സാർ പറഞ്ഞു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അധപതിച്ച രീതിയിൽ അല്ലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല, അവരെ പിന്നോക്ക വിഭാഗമായിട്ട് പിന്തള്ളുന്നു എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ന്യൂനപക്ഷം എന്ന് പറയപ്പെടുന്ന നമ്മുടെ അല്ലെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഒരു ചോദ്യമുണ്ട്. ഇവിടെ നടക്കുന്ന ഇപ്പൊ തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ അതിന് ഏറ്റവും ഗുണഭോക്താക്കളായി സമയം കുറവാണ്. നിങ്ങൾ പറയുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റില്ല. ചോദ്യം ചോദിക്കണം. നോ വയലൻസ്. ചോദ്യം ചോദിക്കണം. ചോദ്യമേ പറ്റൂ. പ്രസ്താവനയ്ക്ക് നിങ്ങളുടെ ആളുകളുണ്ട്. ചോദ്യം ചോദിക്കാം. ചോദ്യമേ പറ്റൂ. ചോദ്യം ചോദിക്കും ചേച്ചി. ചോദ്യം ചോദിക്കും. ചോദ്യത്തിലോട്ടാ വരുന്നത്. ചോദിക്കൂ. ആർട്ടിക്കിൾ 370 ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ കൂടുതലായത്? നിർത്തലാക്കിയപ്പോൾ ആരാണ്
മൂന്നാമതൊരു കാര്യം, പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി പ്രകാരം കായംകുളം മുനിസിപ്പാലിറ്റിയെ കേന്ദ്രീകരിച്ച് ഈ കായംകുളം ടൗണിൽ ബിസിനസ് നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ആരാണ്? 70%, 90% പ്രധാനമന്ത്രി കൊണ്ടുവന്ന BJP സർക്കാർ കൊണ്ടുവന്ന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതി. ഒരു സെക്കൻഡ് താങ്കളുടെ ചോദ്യം ആരാണ്? ഹലോ, തെലങ്കാനയും മറ്റു വിഷയങ്ങളും അല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ പറഞ്ഞതെന്ന് പറഞ്ഞോട്ടെ, ഈ പറഞ്ഞ BJP സുഹൃത്തുക്കൾ ഇവിടെ ഉന്നയിച്ച ചോദ്യമുണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൽ BJP കാണിക്കുന്ന ആ നിലപാടിന്റെ അടിസ്ഥാനം അത് കേവലം വോട്ടിനെയും ജനങ്ങളെ വർഗീയതയുടെ മറവിൽ ജനങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയാണ്. അല്ലാതെ BJPക്ക് ആരോടും ആത്മാർത്ഥതയില്ല എന്നതിന്റെ അതിന്റെ തെളിവാണ്. എനിക്ക് അതിന്റെ ഒന്നാം തരം തെളിവ് ബീഫിന്റെയും പശുവിന്റെയും പേരിൽ കലാപമുണ്ടാക്കിയ BJP ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഏറ്റവും കൂടുതൽ കാശ് മേടിച്ചിരിക്കുന്നത് ബീഫ് കമ്പനിക്കാരിലാണ്. 1000 കോടി. ഇലക്ട്രൽ ബോണ്ടിൽ DMK 25 കോടി പറ്റിയ CPM ആണ്. കരിമണൽ കർത്താക്കന്മാരിൽ നിന്ന് പൈസ വാങ്ങിയ പിണറായി വിജയനുണ്ട് ഇതിനകത്ത്. ഇടതുപക്ഷമാണ് കായംകുളത്തെ ഏറ്റവും വലിയ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക വിഷയം കായംകുളത്തെ ഉയരപ്പാത സംബന്ധിച്ച വിഷയമാണ്. ഈ വിഷയത്തിൽ BJP കഴിഞ്ഞ ദിവസം വളരെ ക്ലിയറായി അവരുടെ നിലപാട് ഇവിടെ വ്യക്തമാക്കിയിരുന്നു. ബാബുജനും അവരുടെ നിലപാട് വളരെ ക്ലിയറായി വ്യക്തമാക്കിയിരുന്നു. ആവശ്യമായ സ്ഥലങ്ങളിൽ ആകാശപാതകൾ തന്നെ ഉണ്ടാകണം. എലിവേറ്റഡ് ഹൈവേകൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. പ്രാദേശികമായ നിരവധിയായ വിഷയങ്ങളൊപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും ആലപ്പുഴയിൽ തീ പോലെ കത്തുന്ന വിഷയങ്ങളാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു.